പാലക്കാട് പുതുശ്ശേരിയിൽ ക്രിസ്മസ് കരോൾ സംഘത്തിന് നേരെ RSS ആക്രമണം. RSS പ്രവർത്തകനായ കാലാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ കൂടുതൽ RSS പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് CPM ആരോപിച്ചു. ഇന്നലെ രാത്രിയാണ് പുതുശ്ശേരി കാളാണ്ടിത്തറയിൽ വെച്ച് വിദ്യാർത്ഥികളായ ക്രിസ്മസ് കരോൾ സംഘത്തെ RSS പ്രവർത്തകർ ആക്രമിച്ചത്. പണം നൽകാമെന്ന് പറഞ്ഞ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രദേശത്തേക്ക് കരോൾ സംഘം വരേണ്ടെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷണിപ്പെടുത്തി. ബാൻഡ് വാദ്യങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്തു. കരോളിന് ഉപയോഗിക്കുന്ന ബാൻഡിൽ CPIM എന്ന് എഴുതിയതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചതെന്ന് CPM ആരോപിച്ചു. പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ സംഘപരിവാർ ശ്രമിക്കുകയാണെന്ന് CPIM കുറ്റപ്പെടുത്തി. പ്രായഭേദമന്യേ കുട്ടികളെ നിങ്ങൾ ഫോട്ടോയിൽ കണ്ട 15 വയസ്സിൽ താഴെ ഇന്നിപ്പോൾ എല്ലാവരും സ്കൂളിൽ പോയിരിക്കുകയാണ്. അവരെ പോലും രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് വേർതിരിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കരോൾ സംഘത്തെ മർദ്ദിച്ച കേസിൽ സജീവ RSS പ്രവർത്തകൻ കാളാണ്ടിത്തറ സ്വദേശി അശ്വിൻ രാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്വിൻ രാജിനെതിരെ വധശ്രമത്തിന് കേസെടുത്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് RSS പ്രവർത്തകനായ അശ്വിൻ രാജ്. 24 വയസ്സുകാരനായ അശ്വിൻ രാജിനെതിരെ നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു. അശ്വിൻ രാജിനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് RSS പ്രവർത്തകർക്കായി അന്വേഷണം ആരംഭിച്ചു. ക്രിസ്മസ് കരോളിന് നേരെ നടന്ന RSS ആക്രമണത്തെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അപലപിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇതിന് വർഗീയമായി അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെതിരായി ഇങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണമെന്നേ പറയാൻ പറ്റുള്ളൂ. RSS ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പുതുശ്ശേരിയിൽ DYFI പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. മീഡിയ 1 പാലക്കാട്.